യൂദായുടെ ലേഖനം 1-ാം അധ്യായം 1-2 വചനങ്ങളാണ് ഇന്ന് ധ്യാനിക്കുന്നത്. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങൾ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. 66 പുസ്തകങ്ങളാൽ നിറയപ്പെട്ടതാണ് വിശുദ്ധ വേദപുസ്തകം. അതിനകത്തെ 65-ാമത്തെ പുസ്തകമാണ് യൂദായുടെ ലേഖനം. കേവലം 25 വാക്യങ്ങൾ മാത്രമുള്ള ഈ ലേഖനത്തിൽ ഈടുറ്റ സന്ദേശത്തിന്റെ കലവറകളാണ്. ഈ യൂദായുടെ ലേഖനം എഴുതിയത് ആരാണെന്ന് സ്തോത്രം അവിടെ പരാമർശിക്കുന്നുണ്ട്. ഒരാൾ ലെറ്റർ അയക്കുമ്പോൾ ഫ്രമും ടൂവും വെക്കും. കുവൈറ്റ് ഇരുന്നുകൊണ്ട് കേരളത്തിലുള്ള വൈഫിന് എഴുത്തയക്കുമ്പോൾ എഴുതാമി ഇത് ആർക്ക് ലെറ്റർ പോകണോ ആ അഡ്രസ്സ് അയക്കണം, ആരയക്കുന്നോ ആ വ്യക്തിയുടെ പേര് വേണം. ഇവിടെ ആരെഴുതിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ. 3 പ്രത്യേകത ഉള്ളവർക്ക് എഴുതിയിരിക്കുക. യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവർക്ക്, യേശുക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെട്ടവർക്ക്, യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടവർക്ക് എഴുതിയ ലേഖനമാണിത്. സ്തോത്രം. യൂദായുടെ ലേഖനം ആ കാലങ്ങൾ എഴുതിയെങ്കിൽ ഈ കാലങ്ങളിലും യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടവർക്കുമാ ഈ ലേഖനം ഇന്ന് വെളിപ്പെടുത്തുവാൻ പോകുന്നത്. നമുക്ക് ഈ വചനത്തിലോട്ട് വരാം. എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണമെന്ന്. പക്ഷെ ബൈബിൾ പറയുക, പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. എനിക്കിഷ്ടമുള്ള എത്രയോ പേരുണ്ട്, പക്ഷെ അവരാരും യേശുവിൽ വന്നില്ല. കാരണം പിതാവ് അവരെ ആകർഷിച്ചില്ല. പക്ഷേ ഒന്നിനും കൊള്ളാത്ത നിന്നെയും എന്നെയും പിതാവ് ആകർഷിച്ചു. അതുകൊണ്ടാണ് നമുക്കിന്നിവിടെ വരാനിടയായത്. നിന്റെ വീടിൻ്റെ അപ്പുറത്ത് പണ്ഡിതനും പാമരനും കുബേരനും കുചേരനും ഉണ്ടാപ്പം അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു കഴിവുമില്ലായിരുന്ന നിന്നെ വിളിക്കുവാൻ കാരണം എൻ്റെ ദൈവം നിന്നെ ആകർഷിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇനി ബൈബിൾ ശ്രദ്ധിക്കുക. ദൈവം ആരെ വിളിച്ചു എന്ന് റോമർക്ക് എഴുതിയ ലേഖനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 30-ാം വാക്യം, മുൻ നിയമിച്ചവരെ വിളിച്ചിരിക്കുന്നു. എന്താണ് മുൻ നിയമിച്ചവരെ? എല്ലാവരും പറഞ്ഞ എന്തുവാണ് മുൻ നിയമിച്ചവരെ എന്ന് പറഞ്ഞാൽ ഇന്നാണ് നീ രക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമാണ് രക്ഷിക്കപ്പെട്ടത്. പക്ഷേ അന്നല്ല നിന്നെ വിളിച്ചത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ ദൈവം കണ്ടോ? നിന്നെ മുൻ നിയമിച്ചിരിക്കുക. നീ സ്നാനപ്പെട്ടത് കഴിഞ്ഞ മാസമായിരിക്കാം, രക്ഷിക്കപ്പെട്ടത് കഴിഞ്ഞ വർഷമായിരിക്കാം. പക്ഷേ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ടാകാരമായിരുന്നപ്പോൾ ഒന്നുമില്ലായ്മയിൽ ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ കണ്ടു.